ഒരിക്കൽ നമ്മുടെ നിന്ന് കേക്ക് വാങ്ങുന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരേണ്ട കാരണം എന്തെന്നറിയാമോ? അത് നമ്മൾ കൊടുക്കുന്ന കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കേക്കിന് നല്ല റിച്ച് ഫ്ലേവർ കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്സിലൂടെയാണ്. അപ്പോൾ ഞാനിന്ന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ഫില്ലിങ്ങാണ് കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പ് ചെയ്ത ക്രീമും കൂടെ തന്നെ ക്രീം ചീസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് അത് വീണ്ടും കുറച്ചുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് അതും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോക്ക് ചെയ്യാനുള്ള സിറപ്പ് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോപ്പ് ചെയ്ത കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഓരോ ലെയറിലും ഫില്ലിങ് കൊടുത്തു തുടങ്ങാം നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പഞ്ചിനെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോർഡിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക. ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വയ്ക്കുക. അതിലോട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം അതിലോട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം വീണ്ടും അടുത്ത ലെയർ എടുത്ത് വയ്ക്കുക. നേരത്തെ കൊടുത്ത സെയിം ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ ഫില്ലിങ് കൊടുക്കാം. ഫില്ലിങ് കൊടുക്കുമ്പോൾ കുറച്ച് റിച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഒരിക്കൽ വാങ്ങുന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ കേക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും ഫില്ലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ഒരു 2 മാസം വരെ ആയിട്ടുള്ള കേക്കാണ് ഇത് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.